ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവിടെ നിന്നാലേ ഞാൻ ഇനി എന്തെങ്കിലും ചൊറിഞ്ഞു ചോദിച്ചോണ്ടിരിക്കും. രണ്ട് മക്കളെ രണ്ടിടത്താക്കി ഭാര്യയെ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തി ഭാര്യയുടെ അനിയത്തെയും കൊണ്ട് കറങ്ങുന്ന നിന്നെ പൂ വിട്ട് പൂജിക്കണ്ടേ അടേ. ഞാൻ ജനിക്കുന്നുണ്ടെങ്കിലേ നിന്റെ നാളിൽ ജനിക്കും. ഇതെങ്ങനെ ഇപ്പം തുടങ്ങിയതാണോ അതോ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പാവൻ രോഹിത്തിനെ അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കിയതാണോ? ചന്ദ്രബോസേ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ പുഴുത്ത നാവ് വെച്ച് നീ ഇനി അനാവശ്യം പറഞ്ഞ നാവ് വലിച്ചും പുറത്തേക്കിടും. അത് ശരി. അപ്പൊ ഞാൻ പറയുന്നേ കുഴപ്പം. അപ്പൊ ചോദിക്കുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇനിയിപ്പോ എങ്ങോട്ടാ? പാർക്കിലേക്കോ ബീച്ചിലേക്കോ അതോ ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമിലേക്കോ? അയ്യോ, വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വിഷ്ണുവേട്ടാ. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഇത്രയും നേരം വായിട്ടലസ്. കയ്യോടെ കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. എനിക്കും ഒരു മനസ്സും കിട്ടി. ഇല്ലെങ്കിലേ പോയി കിടന്നാലങ്ങ് ഉറക്കം വരൂല. സർവീസിലുള്ള പോലീസുകാരനെ നീ വീട്ടിൽ കയറി തല്ലിയത്. ഇതിന് നീ ഇത്തിരി വെള്ളം കുടിക്കും. നിന്നെ ഞാൻ കുടിപ്പിക്കും. ഇന്ന് പോലും നിനക്ക് ശനിദശയാടാ, എനിക്ക് ശുക്രനും. കാണാം. എന്റെ ശനിദശ മാറ്റിയിട്ട് ശുക്രനാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കാണണം. ആ കാണല്ലേ ചന്ദ്രബോസെ, നീ നിനക്ക് ജന്മം നൽകിയ ഒരു മനസ്സുകൊണ്ട് ശപിക്കും. കാരണം അതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ഗതി വന്നേന്നോർത്ത്. ഓർത്തു വെച്ചോ, അളന്നും വെച്ചോ. നീ തന്നതിന്റെ 10 മടങ്ങ് നിനക്ക് ഞാൻ തന്നിരിക്കും. വരട്ടടാ പോലീസ് ഏമാനെ. ഇപ്പൊ പോവാം, പക്ഷെ വരും കേട്ടടാ. തൈലം എടുക്കട്ടാ. എന്ത് തൈലം കിഴിയിട്ട് പിടിക്കാനേ.